ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ബറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആദ്യമായി താമര നടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് താമര നട്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് നട്ട D9 ഇവിടെ വരെ ആയിട്ടോ. പിന്നെ നമ്മൾ താമര നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി ഇനി താമരപ്പൂ വേഗം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന് തുടർച്ചയായുള്ള പരിചരണം ആവശ്യമാണ് കേട്ടോ. ഇതാ നോക്കിയാൽ നിങ്ങൾ ഇടയ്ക്ക് ഈ താമരയുടെ ഇലയൊക്കെ പൊക്കി നോക്കണം. അതിൻ്റെ അടിയിൽ കണ്ടോ ജെല്ല് പോലത്തെ ഒരു സാധനം കണ്ടോ? അത് നമ്മുടെ ഈ താമരയെ ബാധിക്കുന്നൊരു കീടാണ് ഒച്ച്. ആ ഒച്ചിൻ്റെ മുട്ടയാണ് ആ ജെല്ല് പോലെ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളത് തുടക്കത്തിലേ തന്നെ അതിനെ നശിപ്പിച്ച് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കെമിക്കലൊക്കെ ചേർക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ നേരത്തെ അതിൽ കൊതുക് വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗപ്പി ഇട്ടിരുന്നല്ലോ. അപ്പോൾ അവയ്ക്ക് അത് ദോഷമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് മുട്ട അതിൽ നിന്ന് എടുത്ത് കളയുകയും അതുപോലെ തന്നെ ഒച്ചിനെ പറക്കി കളയുകയൊക്കെ ചെയ്യാണ്. അതുപോലെ തന്നെ പിന്നെ പുഴു ഉണ്ടാവും. ആ പുഴുവിനെ ഇതുപോലെ തന്നെ ഇലചുരുട്ടിപ്പുഴു, ആ പുഴുവും ഇതുപോലെ താമരയുടെ ഇലകൾ തിന്നു തീർക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെയും പിടിച്ച് കൊന്നുകളയാം. താമര വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൽ ഈ കെമിക്കൽ ഇതിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് കെമിക്കലൊന്നും തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എന്നും കൂടെ ഉണ്ടാകുന്നതിന് ഒരുപാട് നന്ദി.